ഞാനിപ്പോൾ ഉള്ളത് ഒരു ഐലൻഡിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ദിവസം ഞാൻ ഗോവയിൽ കറങ്ങി അടിച്ചിട്ട് പെട്ടെന്ന് ഞാൻ വേറെ എവിടേക്കെങ്കിലും പോയോ, ഐലൻഡിൽ പോയോ എന്നുള്ളത്. പക്ഷെ ഞാൻ ഗോവയിലുള്ള ഒരു ഐലൻഡിലാണ്. ഐലൻഡിന്റെ പേരെന്തല്ലേ? ഒരു ഐലൻഡ് ചൊറാവോ. അതായത് ചൊറാവോ എന്ന് എനിക്ക് കിട്ടുന്നില്ല. ഞാൻ എപ്പോഴും ചോപ്ര എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാഷ് ചോപ്ര അല്ല, പ്രിയങ്ക ചോപ്ര പോലെ. ഓക്കെ, ചൊറാവോ എന്ന് പറഞ്ഞിട്ടുള്ള ഐലൻഡിലാണ് ഞാനുള്ളത്. ചൊറാവോ എന്ന് പറഞ്ഞ ഐലൻഡിൽ മെയ്ത്തര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, ഒരു വില്ല പോലെയുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത്. ഇതൊരു 4 BHK പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒബ്വിയസ്ലി ഞങ്ങൾ എടുക്കുന്ന പ്രോപ്പർട്ടീസ് എന്തായാലും പെറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. കാരണം ഇല്ലെങ്കിൽ ബോയ് ആരും ഞങ്ങൾ രണ്ടുപേരും പണിക്കും. അപ്പോൾ ഒരു 2 to 3 days ആണ് നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇൻഡോർ ആയിട്ടാണെങ്കിലും ഔട്ട്ഡോർ ആയിട്ടാണെങ്കിലും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇവിടെ ആക്ച്വലി 2 സെക്ഷൻ ആയിട്ടാണ് പോണത്. ഒന്ന് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ ഹൗസ് സ്പാ ഉണ്ട്, പിന്നെ മൂവി നൈറ്റ് ഉണ്ട്, ബാർബിക്യൂ ഡിന്നർ ഉണ്ട്, പിന്നെ നമുക്ക് ഓപ്പൺ ഷവർ ഉണ്ട്, ഇൻഫിനിറ്റി പൂൾ ഉണ്ട്, പിന്നെ ഫിഷിംഗ് ഉണ്ട്. കാരണം ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്താണെങ്കിൽ അവിടെ കുറേ ചേട്ടന്മാരൊക്കെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അജയൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഫിഷിംഗ് ചെയ്യാൻ ഭയങ്കര, ഞാൻ ഇതുവരെ അങ്ങനെ ചൂണ്ടിട്ടിട്ട് മീൻ പിടിച്ചിട്ടില്ല. അപ്പോൾ അതിവിടെ ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇനിയുള്ള 2-3 ദിവസം ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തായാലും റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവേശത്തില് മുകളിലേക്ക് കയറിയതാണ് ഡാഡേന്റെ കൂടെ. ഇറങ്ങാൻ പേടിയാണ്. ഇറങ്ങിക്ക് ഇങ്ങോട്ട് രണ്ടുപേരും. രണ്ടാൾക്ക് നല്ല പേടിയുണ്ട്. ആവേശത്തിൽ കയറിപ്പോയതാ മുകളിലേക്ക്. എടുക്കേണ്ടി വരുമോ? ഈസി ബോബു. അവന് പേടിയുണ്ട്. എടുത്തേക്ക് അവനെ എടുത്തിറക്കിക്ക്. ഇല്ല ബാവേ, ഇല്ലടാ. ഒരാവേശത്തിന് ഓടി കയറിയത് അവനെടുത്തില്ലാന്ന്, ബോനെടുത്തില്ലാന്ന്. അപ്പോൾ അവരവിടെ ലഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോയി ലഞ്ച് കഴിക്കട്ടെ. കാരണം നമ്മളിവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് 1 o'clock ആണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഇറങ്ങി വന്നിട്ട് ഇവിടെ ഇപ്പോൾ ചെക്ക് ഇൻ ചെയ്താണ്. പിള്ളേരെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് അവിടെ റൂമിൽ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ അവർ അവിടെ ലഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വരുവാ. അപ്പോൾ അത് നമ്മുടെ ലഞ്ചെല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അവർ സെർവ് ചെയ്തത് വെജാന്ന് തോന്നുന്നു, അജയുടെ ഫുഡാന്ന് തോന്നുന്നു എനിക്ക് സെർവ് ചെയ്ത്. അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. ഇതാണ് ചിക്കൻ കറി. അല്ല, 2 സെയിം ആണ്. അപ്പൊ എനിക്ക് ചിക്കൻ ഇല്ലേ? ഉണ്ടോ എനിക്ക് 2ലും അവര് ഗോബി മഞ്ചൂരിയൻ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഏതാണ് എന്താണെന്നൊക്കെ. അപ്പൊ എന്തായാലും ഫുഡ് കഴിക്കട്ടെ. പിള്ളേര് ഫുഡൊക്കെ കഴിച്ച് അവിടെ റൂമിൽ കിടന്നുറങ്ങുകയാണ്. അവർക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്കും നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ, ബാക്കി വിശേഷങ്ങൾ പിന്നെ. അപ്പൊ നമ്മളിതാ ഇവിടെ സ്പാ ചെയ്യാൻ പോവാണ്. നമ്മൾ സൺസെറ്റിന് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം നമ്മൾ സൺസെറ്റിനൊന്നും പോയില്ല. നമ്മൾ നാളെ ആയിരിക്കും പോവുക. അപ്പോൾ നമ്മൾ നേരെ സ്പാ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതേ നമ്മുടെ ആള് വന്നിട്ടുണ്ട് സ്പാ ചെയ്യുന്നത്. ഹായ് അഞ്ജന ശില്പ. ഓക്കെ, സോ പുള്ളിക്കാരിയാണ്. അപ്പോൾ നമ്മുടെ സ്പാ ചെയ്യാൻ പോകുന്നത്.
സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, ഉറക്കം വന്നിട്ട്. അപ്പം ഞാൻ നേരെ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. ബോനെ ആരോനെയും കെട്ടിപ്പിടിച്ചിട്ടുള്ളൊരു നല്ല അടിപൊളി ഉറക്കമാണ്. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ നല്ല അടിപൊളി ഉറക്കമായിരുന്നു. സ്പാ എല്ലാം ചെയ്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് കിടന്ന് ഉറങ്ങി. എ സിയും ഫാനും പിന്നെ അതേപോലെ ഇവിടെ മഴയൊക്കെ പെയ്ത് എല്ലാം കൂടെ ക്ലൈമറ്റൊക്കെ ഭയങ്കര തണുപ്പായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എൻ്റെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കുക, സൗണ്ടൊക്കെ പോയ അവസ്ഥയാണ്. പക്ഷെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റി. കാരണം ആ സ്പാ ചെയ്തതുകൊണ്ട് ശരിക്കും ഭയങ്കരമായിട്ട് റിലാക്സ്ഡായി. ഉച്ചയ്ക്ക് നമുക്ക് മഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ടിവിറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് മഡ് ബാത്തൊക്കെ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിവിടെ വില്ലയിൽ വന്നിട്ട് ലഞ്ചെല്ലാം കഴിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം വീണ്ടും നമ്മൾ സൺസെറ്റ് കാണാൻ പോകുന്നുണ്ട്. പക്ഷേ രാവിലെ തന്നെ എൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുക, ബോയ്ക്കും ആരോയ്ക്കും ഫുഡ് കൊടുക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഗുഡ് മോർണിംഗ് ബബു. ആ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അവിടെ നിന്നേ. ആരാണിത്? ഗുഡ് മോർണിംഗ് ആരോ ബിബി. എണീറ്റ് എണീറ്റ്. എടാ എടാ നിക്കടാ. Good morning. Good morning. Good morning, Ajay. Good morning. Good morning, Babu Kanna. Good morning. Love you so much. ഭക്ഷണം കഴിക്കാം നമുക്ക്. ഭക്ഷണം കഴിക്കാടാ നമുക്ക് ഭക്ഷണം. അപ്പം ഞാൻ എന്തായാലും ഇനി ഇവർക്ക് ഫുഡെല്ലാം സെറ്റ് ചെയ്ത് ഫുഡ് കൊടുക്കണം. അപ്പം താഴെ പോയിട്ട് ബോബുവിന് പാലൊക്കെ മേടിച്ചുകൊണ്ട് വരണം. എന്നിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് വേണം ബാക്കി പരിപാടികളിലേക്ക് പോവാൻ. ഫുഡ് ചേട്ടനാണ്. അപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അങ്ങനെ ഗോവൻ സ്റ്റൈലിലുള്ളതോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റോ ഒന്നുമല്ല. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അജയ്ക്ക് വർക്കുള്ളതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഇതേ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ ബൈ. അപ്പം നമ്മളിത് ഫുള്ള് റെഡി ആയിട്ട് സെറ്റായിട്ട് ഇപ്പം മഡ് ബാത്തിന് പോകാൻ നിൽക്കുകയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് അല്ലേ ഉള്ള മഡ് ബാത്തിൻ്റെ ഇതിലേക്ക്? ഇവിടുന്ന് ഒരു 2 കിലോമീറ്റേഴ്സാണ്. നമുക്ക് അപ്പോൾ എന്തായാലും ബോനെ ആരോനെ എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ മഡ് ബാത്തും ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ മഡ് ബാത്തിൻ്റെ അവിടേക്ക് നമ്മൾ നടന്നു പോവുകയാണ്. നമ്മളവിടേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ഈ മഡ് ബാത്തിൻ്റെയൊക്കെ ഇങ്ങനെ വീഡിയോസൊക്കെ കണ്ടു എന്നല്ലാണ്ട് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ല അതെങ്ങനെയാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എങ്ങനെയാണ് ഇത് എന്നുള്ളതെന്ന് എനിക്ക് അറിയണം എന്നുണ്ട്. ഇതാണ് നമ്മുടെ ചേഞ്ചിങ് റൂം. ഇവിടെ നിന്നാണ് നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഓൾറെഡി ഷോർട്ട്സ് ഇട്ട് സ്മാർട്ട്. ഇതാണ് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന റൂം. ഇതാണ് നമ്മുടെ ഷവർ. അത് ഈ പൈപ്പ് അല്ല, അതിന്നല്ല, ഇത് ഈ പൈപ്പ് ഉണ്ടാ. ഈ പൈപ്പിൽ നിന്ന് വെള്ളമുണ്ട്. അത് അല്ലെങ്കിൽ ഇങ്ങനെ റെയിൻ ഷവറും ചെയ്യാം. കമോൺ ലെറ്റ്സ് ഗോ. പക്ഷെ എന്തായാലും അടിപൊളിയാണ്. ഭയങ്കര റോ ലൈഫ് പോലെയുള്ളതാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുൾ സെറ്റായിട്ട് നമ്മൾ നേരെ മഡ് ബാത്തിലേക്ക് പോവാണ്. അതേ നമ്മുടെ ഗൈഡ് അവിടെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. കുഴി ഞാൻ
ഈ കുഴിയിൽ ഇപ്പൊ വീടാൻ പോയതായിരുന്നു. ഇൻസ്റ്റാ 360 പിടിച്ചിട്ട് അടുത്ത ആള് വരുന്നുണ്ട്. നേരെ പോട്ടെ. നമ്മൾ ഈ വെള്ളത്തിൽ കൂടെ വളരെ മെല്ലെ വേണം നടന്നു പോവാൻ. കാലൊന്ന് തെറ്റിയാൽ നമ്മളിതേ അപ്പുറത്ത് ഈ വെള്ളത്തിലേക്ക് വീഴും. പക്ഷെ നമുക്ക് മണ്ണ് കാണാം, അതുകൊണ്ട് വലിയ റിസ്ക് ഫാക്ടർ ഒന്നുമില്ല. ഇതേ ചൂണ്ടയിട്ട് മീൻപിടുത്തക്കാരൻ പോയിട്ടുണ്ട്. ഇൻസ്റ്റാ 360 ചൂണ്ട. ശരിക്കും ഈ ഇൻസ്റ്റാ 360 ഉള്ളത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ്. നമുക്ക് എങ്ങനത്തെ ടൈപ്പ് ഓഫ് കോണ്ടൻറ്റും കിട്ടും. ഇപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലാണെങ്കിലും ശരി, വേർട്ടിക്കലാണെങ്കിലും ശരി, എങ്ങനെ വേണമെങ്കിലും കോണ്ടൻറ്റ് കിട്ടുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ഇൻസ്റ്റാ 360. നമ്മളിത് ഇവിടെയാണ് ഇറങ്ങാൻ പോകുന്നതെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് എന്തായാലും അജയ് പോയിട്ട് എത്രത്തോളം എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് പോവാൻ. കാല് വെക്ക് എടി, ഞാനിവിടെ നിക്കണില്ലേ, ഞാൻ ഇവിടെ നിക്ക. What is special about this whole thing is the mud that we are going to have the mud bath in. It's a mixture of the field mud which comes from the fields and the river. Oh, okay. So the river will contain things like nitrogen and everything that is of the decomposed fish and their skeletons and all that, the decomposed matter. And the field mud will contain, you can say, plant hormones, proteins, things like that. So this mud, they say it's good for your skin, it opens your pores. Some people say it helps with tanning, but for me I've never had an effect with it. Okay. But people do say that it helps with tanning. അത് ഇങ്ങനെ തേപ്പിക്കണ്ട, ഇനി അത് ഇന്ന് ഉണങ്ങട്ടെ. സോ ഇതാണ് മഡ് ബാത്ത്. ആക്ച്വലി നമ്മൾ ഇത് ചെയ്യുമ്പോൾ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യത്തില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം നല്ല മഴ ആയതുകൊണ്ട് നമ്മുടെ ഗൈഡ് പറഞ്ഞു ഫോർ എ സേഫർ സൈഡ് എന്തായാലും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മളിത് ആ ഒരു മരം കണ്ടു, ആ മരത്തിൻ്റെ അവിടേക്ക് പോയാൽ നമുക്ക് നല്ല രീതിയിൽ മഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ഗൈഡും അജയും അവിടെ പോയിട്ട് മഡ് എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഇവിടെ നമ്മളിത് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ഇത്രേ അപ്ലൈ ചെയ്തുള്ളൂ. അജയ്ക്ക് ബോഡി മൊത്തം അപ്ലൈ ചെയ്യണമെന്നുണ്ട്. ഓൾറെഡി ഞാൻ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ പോയി നിൽക്കട്ടെ. അപ്പോൾ ദേ അവളെ പിടിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്, പാടത്തെ ക്യാറ്റ് ഗേൾ. നമുക്ക് ഭയങ്കര വെള്ളം ഉള്ളതുകൊണ്ട് കുറച്ച് അങ്ങ് ദൂരത്തേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം ഭയങ്കര ചതുപ്പ് പോലെയുണ്ട്. അതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റ് ഇടാൻ പറഞ്ഞതും ഗൈഡ് കൂടെ തന്നെ ഉള്ളത്. ഇതാണ് നമ്മുടെ പ്രോപ്പർ മഡ്. ഷോമി നമ്മൾ ഇവിടെ ഈ പറഞ്ഞ പോലെ റിസോർട്ടിൽ മീൻസ് ഇവിടെ വില്ലയിൽ നിൽക്കായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു ഇതുപോലെ ഗോവയിലെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒരു ടീമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തതുണ്ട്, സോൾ ട്രാവലിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്ക് ഇതുപോലെ ചൊറ ഐലൻഡിലും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മൺബാത്താണ് ചെയ്തത്. ജോഷുവ അവിടുത്തെ ഹായ് ജോഷുവ. ഹലോ. സോ അതാണ്. അപ്പം അങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പോവാണ്. പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ നേരെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് പിള്ളേരുടെ കാര്യമൊക്കെ നോക്കണം, ലഞ്ച് കഴിക്കണം. നമ്മളിപ്പോൾ അടുത്ത ആക്ടിവിറ്റിക്ക് പോവുകയാണ്. എന്താണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി? പറയൂ. അജയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു ആക്ടിവിറ്റിയാണ്. നമ്മളിപ്പോൾ ഫിഷിങ്ങിന് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പോകുന്നത്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ മൂവി നൈറ്റ് ആണ്. അപ്പോൾ എന്തായാലും മൂവി കണ്ടുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ചേട്ടൻ ബാർബിക്യൂ സെറ്റ് ചെയ്യും. പണിയോട് നാളെ രാവിലെ ഇതിന് പോകണം, ബോട്ടിങ്ങിന്. രാവിലെ ബോട്ടിങ്ങിന് 7:30. അപ്പോൾ ഏതായാലും ഏത് മൂവിയാണ് കാണേണ്ടതെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യട്ടെ. മൂവി നൈറ്റ് പല റിസോർട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും
വിശാലമായിട്ട് ഇത് ആദ്യമായിട്ടാണ്. നമുക്ക് കൂടുതൽ ചാടിയാൽ മതി, അങ്ങോട്ട് ചാടിയാൽ മതി. നമുക്ക് കിടന്നുറങ്ങണേന്റെ ബ്ലാങ്കറ്റ് ഉണ്ട്, കൂളറുണ്ട്, പിന്നെ ടി വി അല്ല പ്രൊജക്ടർ ഉണ്ട്, പിന്നെ അപ്പുറത്താണെങ്കിൽ ഫുഡ് ഉണ്ട്. ഞാനിവിടെ ബ്ലാങ്കറ്റ് മേടിച്ച് ഇവിടെ ഇത്തിരി കൊതുകിന്റെ സീനുള്ള കാരണം കൂളറും സെറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് കാണാൻ പോവാൻ. അല്ല, സത്യങ്ങൾ അറിയണം, ആൾക്കാർ അറിയണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബോട്ടിങ്ങിന് പോവുകയാണ്. അജയ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, അപ്പോൾ അവരെ നേരെ റൂമിൻ്റെ അകത്ത് നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബോട്ടിങ് പോവാം. ഇത് കുറച്ചൊരു റിസ്കി ഫാക്ടർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ചില സ്ഥലത്തൊക്കെ ചെറുതായിട്ട് പൊട്ടി സീനൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇതേ സൈഡിൽ ഇങ്ങനെ പിടിച്ച് നടക്കണം നമ്മൾ. ഇത് കണ്ട ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിയൊരിതുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ നടന്നിപ്പോൾ കുറച്ച് ഫീലായിട്ടുണ്ട്. കാരണം അജയ്ക്ക് ഇൻസ്റ്റാഗ്രാം വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 തവണയെങ്കിലും ഞാനിതിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ടുണ്ട്. റീൽസിലെ ആൾക്കാർ ഈ കാര്യങ്ങളൊന്നും പറയില്ല. വലിയൊരു സോ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ കാണുന്ന പോലെ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്, പക്ഷെ കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ച് നടന്നാൽ മതി, സൂക്ഷിച്ച് നടക്കണം. ഇവിടെ നിന്നല്ല കുറച്ച് അങ്ങോട്ടേക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ചവിട്ടുമ്പോൾ കണ്ടോ, നമ്മൾ നേരെ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങോട്ട് പോകും. ഇതൊന്നും ആരും പറയാറൊന്നുമില്ല, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ആക്ച്വലി നമ്മൾ വരുന്നത് ബേർഡ്സിനെ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബേർഡ്സിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതുമ്പോൾ കൂടെ നടക്കുമ്പോഴുള്ളൊരു ഫീലാണ്. പക്ഷേ ബേർഡ്സിനൊന്നും ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഇനി അവരെല്ലാവരും ഉറങ്ങുവാണോ എന്തോ എനിക്കറിയത്തില്ല. നീ കണ്ടോ വല്ല ബേർഡ്സിനെയും? ബോട്ടിങ്ങിന് പോയപ്പോ കണ്ടു. ആ ബോട്ടിങ്ങിന് പോയപ്പോ കണ്ടു, പക്ഷെ അല്ലാതെ ഇവിടെ അങ്ങനെ ഇതല്ലാണ്ട് മറ്റേ ഇതിലാണ് ബോട്ടിങ്ങിൽ പോകുമ്പോഴാണ് കൂടുതലും കാണുന്നത്. ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ബോട്ടിംഗ് ഉണ്ട്, പക്ഷെ അത് ക്ലോസ്ഡ് ആണ്. ഇപ്പോൾ ഇതാണ് ഇവരുടെ ബോട്ടിങ്ങിന്റെ ഏരിയ. ക്ലോസ്ഡ് ആണ്. 1000ഉം 1200 രണ്ട് ഡിഫറെന്റ് ബോട്ട് ഉണ്ടെന്നോ. അല്ലെങ്കിൽ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വെറും 100 രൂപയുള്ളൂ. പക്ഷെ 100 രൂപയ്ക്ക് ശരിക്കും വർത്ത് ആണ്. പിന്നെ അത്ര അധികം ആൾക്കാരൊന്നും ഇല്ല. നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ നമുക്ക് ബേർഡ്സിനൊന്നും കാണാൻ പറ്റത്തില്ല. അത്രയേ ഉള്ളൂ. ഇതുപോലെ ഫോട്ടോസിൽ ബേർഡ്സിനൊക്കെ കാണാം. പക്ഷെ എന്നാലും അടിപൊളി സ്ഥലമാണ്. ഗോവയിൽ വരുമ്പോൾ നോർത്ത് ഗോവയും സൗത്ത് ഗോവയും മാത്രം കവർ ചെയ്യാതെ, അതേപോലെ എന്താ പറയുക, ബീച്ചും ഹിൽ ടോപ്പും മാത്രം കവർ ചെയ്യാതെ ഇടയ്ക്ക് ഇതുപോലെ ഐലൻഡിൽ വരുന്നതും അടിപൊളിയായിരിക്കും. ഇവിടെ വന്നപ്പോൾ ശരിക്കും ഗോവയിലാണെന്നുള്ളൊരു ഫീലൊന്നും നമുക്ക് വരത്തില്ല. കാരണം ഗോവയിലാകുമ്പോൾ നമുക്ക് എപ്പോഴും ബീച്ച് സൈഡ്, അതേപോലെ ഷാക്സ്, പിന്നെ പാർട്ടി, ഹിൽ ടോപ്പ് അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട്, കുറച്ചുകൂടി നേച്ചറായിട്ട് നമുക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെയാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്കൊക്കെ വരുന്നത് അടിപൊളിയായിരിക്കും. എസ്പെഷ്യലി ഡോക്ടർ സലീം അലി ബേർഡ് സാങ്ച്വറി അടിപൊളിയാണ്. ഞാൻ വീണ്ടും പറയാണ്, ബേർഡ്സിനെ എക്സ്പെക്ട് ചെയ്ത് ആരും വരരുത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു വാക്കും, ആ ഒരു പാലം, ആ എക്സ്പീരിയൻസ് ഒക്കെ ശരിക്കും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വില്ലയിലേക്ക് പോകാം. കാരണം പിള്ളേർ അവിടെ വെയിറ്റ് ചെയ്യാണ്. അവർക്കും ഫുഡ് കൊടുക്കണം, ഞങ്ങൾക്കും ഫുഡ് കഴിക്കണം. അപ്പോൾ നമുക്ക് നേരെ വില്ലയിലേക്ക് പോകാം. തിരിച്ച് റൂമിലെത്തിയപ്പോൾ ഡാഡിയും പിള്ളേരുടെയും പ്ലേ ടൈമാണ്. ഓ എന്തൊരു സ്നേഹം, എന്തൊരു പാമ്പറിങ്. കുറച്ച് നേരം അവർ റൂമിലിട്ടപ്പോഴത്തേക്കും അവർക്ക് ഇച്ചിരി സങ്കടം. അപ്പം കളിപ്പിക്കുവാണ്. ഈ എൻ്റെ പന ഓ ഹഗ്. ഡാഡിക്ക് മാത്രമേ ഉള്ളൂ ഹഗ്, മമ്മിക്ക് ഹഗ് ഇല്ലേ? ഇത് അജയുടെ ആരോടെ സ്ഥിരം കളിയാണ്. ഒന്നുകൂടി കാണിച്ചേ.
യാ മലത്തിടിക്കുന്നു. ഡിഷ് 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 ഡിഷ്. പൂർവാധികം ശക്തിയോടുകൂടി ആരോ വരുന്നു. അതെ, വീണ്ടും പിടിക്കുന്നു. മലത്തിടിക്കുന്നു. ഒന്ന് മാറിക്കേ ബോ ഫ്രെയിമെന്ന്. ഈ ബോ എന്തൊരു ബോ, നിന്റെ ചന്തി ആയിരിക്കും കാണണ്ട ഇവിടെ, മനസ്സിലായോ?